ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ്. ഇന്നേ ഞാൻ എൻ്റെ സാരികളൊക്കെ കാണിക്കാമേ. പട്ടുസാരികൾ മാത്രം കാണിക്കാമെന്നേ. കാരണം എല്ലാം കൂടെ കാണിച്ചാൽ ഒത്തിരി വലിയ വീഡിയോ അത് ആരും കാണത്തില്ല. ചെറിയ വീഡിയോ ആക്കാൻ വേണ്ടിയാ പട്ടുസാരികൾ മാത്രം ഇന്ന് കാണിക്കുന്നത്. ഞാൻ തമിഴ്നാട്ടിലായിരുന്നുകൊണ്ട് അവിടെ എനിക്ക് അവിടുത്തെ നല്ല കാഞ്ചീപുരം സൊസൈറ്റി എന്നുള്ള സാരികളാണ് ഞാൻ മേടിക്കുന്നത്. കാഞ്ചീപുരത്തിൻ്റെതായ ഗവൺമെന്റ് അപ്രൂവ്ഡ് സൊസൈറ്റീസ് ഉണ്ടാവും. അവിടെ നിന്നുള്ള സാരീസാണ് ഞാൻ മോസ്റ്റ്ലി ഞാൻ അങ്ങനത്തെ സാരീസാണ് മേടിക്കുന്നത്. അല്ലാതെ കടകളിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് എങ്കിലും കൂടുതലും അങ്ങനെയുള്ള സാരീസാ. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. നല്ല സിൽക്ക് സാരി എങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടു നോക്കേ. ഞാനിത് കാണിക്കുന്ന കണ്ട് ഓർക്കണ്ട ഇവര് എന്തിനാ ഈ പട്ടുസാരി ഒക്കെ കാണിക്കുന്ന വലിയ ഗമയ അങ്ങനൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇന്ന് എനിക്ക് വീഡിയോ ഇല്ല ഇന്ന് എടുക്കാൻ. ഞാൻ ഹെയർ ഡൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നേ. നമ്മുടെ സാധാരണ ബ്ലാക്ക് ഹെന്ന യൂസ് ചെയ്യുന്നത്. അത് ഞാനൊരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്താണ് ഡൈ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ പെഡിക്യൂർ ചെയ്യുന്നത് കാണിക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ തന്നെ എങ്ങനെ പെഡിക്യൂർ ചെയ്യാന്ന്. പിന്നെ ഫേഷ്യൽ ആണെങ്കിലും ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. വീണ്ടും വീണ്ടും ഇട്ടിട്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു ആവർത്തന വിരസത ഉണ്ടാകത്തില്ലേ, ഹെയർ പാക്ക് ഒക്കെ ഇട്ടാ. അപ്പം കുറച്ച് ദിവസം ആട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഏത് വീഡിയോ എടുക്കുന്ന തരത്തില്ല. ഈ ഡൈയുടെ വീഡിയോ ഒക്കെ അങ്ങ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടി. മഴ കാരണം ഭയങ്കര മഴയും തണുപ്പുമായില്ലേ. അപ്പൊ ഞാൻ ഓർത്തു എന്നാ അങ്ങനെ ഇരിക്കുമ്പം ഇന്നൊരു വീഡിയോ കണ്ടു. ഒരു സെലിബ്രിറ്റി അവരുടെ സാരികൾ കാണിക്കുന്നത്. അപ്പൊ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സാരീസും ഒന്ന് നിങ്ങളെ കാണിച്ചേക്കാം. എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. സെലിബ്രിറ്റീസിന്റെ സാരി പോലല്ലല്ലോ നമ്മുടെ സാധാരണക്കാരുടെ സാരി. അപ്പം അതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചേ. അപ്പൊ നിങ്ങൾ കാണുക കേട്ടോ. ഞാൻ കാണിക്കാം ഓരോ സാരീസ്. അതിന്റെ കഥകളും പറയാം. ഇത് കണ്ടോ, ഇത് ഞാൻ ലാസ്റ്റ് ഉടുത്ത സാരി. ഇതാ എല്ലാം ഉടുത്തിട്ട് വെച്ചേക്കുന്നതാ. ഇനി അയൺ ചെയ്യണം. പിന്നെ പട്ടുസാരി നമ്മൾ വാഷ് ചെയ്യരുത്. ഡ്രൈ വാഷും ചെയ്യാതിരിക്കുന്നവരെ നല്ലത്. ഡ്രൈ വാഷ് ഒക്കെ ചെയ്ത സാരിയുടെ കളറൊക്കെ അങ്ങ് പോയി ഒരുമാതിരി മങ്ങും. ഈ സാരിയൊക്കെ ഇപ്പൊ കണ്ടോ, ഈ സാരി ആക്ച്വലി ഇത് ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ട്. 9 അല്ലെങ്കിൽ 10 വർഷമായ സാരിയാണ്. നോക്കിയേ ഇതെങ്ങനെ, ഇതിന്റെ കളറൊക്കെ നോക്കി എങ്ങനെ ഇരിക്കുന്നു നോക്കിയേ. ഇത് ഇതുവരെയും വാഷ് ചെയ്തിട്ടില്ല. അയൺ ചെയ്ത് ഞാൻ അയൺ ചെയ്യും. അയൺ ചെയ്യുന്ന ആളുടെ കൈ കൊടുത്ത് അയൺ ചെയ്ത് നീറ്റായിട്ട് വെക്കും. പക്ഷെ വാഷ് ചെയ്യുമ്പോ എന്റെ സാരികൾ വാഷ് ചെയ്ത സാരികൾ ഞാൻ കാണിക്കാം. വാഷ് ചെയ്ത സാരിയുടെ കളറും പോയി. പട്ടില് കളർ പിടിക്കത്തില്ല. ഈ കളറ് പിടിച്ചിരിക്കുന്ന കളർ പോകും. നമ്മൾ വെള്ളം തൊട്ടാൽ തന്നെ പോകും. പട്ടുസാരി അത്രയ്ക്ക് സോഫ്റ്റ് നൂലല്ലേ. അപ്പം ഇതിൽ നമ്മൾ വാഷ് ചെയ്യരുത്. വാഷ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സാരി ഈ സാരി എത്ര വർഷമായാലും അങ്ങനെ ഇരിക്കും. അഴുക്കാകുന്നിടം മാത്രം നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് വെള്ളം തൊട്ടൊന്ന് നനച്ച് അവിടെ മാത്രം ഒന്ന് ഇത് ചെയ്തിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ സാരി അതേപോലെ ഇരിക്കും. ഇതിന്റെ ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് പിന്നെ വാഷ് ചെയ്യാതെ പറ്റത്തില്ലല്ലോ. എങ്കിലും ഞാൻ ഇതൊന്നും വാഷ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പിന്നെ ഉടുത്ത തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് വാഷ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതിന്റെ ബ്ലൗസാണിത്. ഇതിന്റെ സ്ക്വയർ നെക്ക് വെച്ച് ഇവിടെ ഞാനൊരു ഇതും വെച്ചിട്ട് ബോർഡർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് വണ്ണം വെച്ചപ്പോൾ ഞാൻ ഈയിടെ ഇട്ടപ്പോ അതും കഴുത്തങ്ങ് ചെറിയ കഴുത്ത് പോലെ തോന്നിയേ. അത് കാരണം ഞാൻ അത് ആ മേളിൽ ചെയ്യുന്ന ബോർഡർ ഇതിന്റെ അടിയിലായിട്ടാണ് വെച്ചിരുന്നത്. ഇച്ചിരി ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന. അപ്പൊ ഞാൻ അതങ്ങ് എടുത്തു. ഇനി വേറെ ബ്ലൗസ് തയ്ക്കണം. കാരണം കൈ ചെറുതല്ലേ. ഇപ്പൊ ചെറിയ കൈ ആരും ഇടത്തില്ലല്ലോ. എന്നെങ്കിലും ഞാൻ ലാസ്റ്റ് ടൈം ഇത് ഇട്ടതേ. ഇത് ഞാന് പട്ട് സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചതാ. പട്ട് സൊസൈറ്റിയുടെ സാരിയാ. കണ്ടോ എന്ത് രസമാന്ന് നോക്കി. ഇതിന്റെ തുണിയൊക്കെ കാണാൻ തന്നെ ഇത് ഇവിടുത്തോട്ട് പോയാൽ തന്നെ ഈ തുണിയുടെ തിളക്കമൊക്കെ കാണുമ്പോ തന്നെ ഒരു ആഠ്യത്വമാ. എന്ത് രസമാണെന്നറിയാം ഇത് കാണാൻ. ഇതിന്റെ കളറും താമരയുടെ കളറല്ലേ, ലോട്ടസ് പിങ്ക്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സാരി. എപ്പോഴും ഉടുക്കത്തൊന്നുമില്ല കേട്ടോ. ഈ സാരി ഭ്രാന്തിയായിരുന്നു ഞാന്. ഇപ്പൊ അങ്ങനെ ഭ്രാന്തില്ല സാരിയോട്. ഇത് ഒരു സാരി. അടുത്ത സാരി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി. എന്റെ നിറയെ ഫോട്ടോസൊക്കെ ഈ സാരി കൊടുത്തോണ്ട്. ഇത് മഹാവീർ എന്നൊരു കടയിൽ നിന്ന് എടുത്ത സാരിയാണേ. ആ കടയിൽ ഞാൻ സാരി എടുക്കാൻ പോകുമ്പോ അന്നേരം കൊണ്ടുവന്ന് ഇറക്കിയതാ. അപ്പം എന്റെ നാത്തൂന്റെ ഇളയ മോന്റെ കല്യാണത്തിന് എനിക്ക് അവരെടുത്തു തന്ന സാരിയായത്. ഇതൊക്കെ നല്ല വിലയുണ്ട്. വേണ്ട ഇവിടുത്തോണ്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. എൻ്റെ വാട്സാപ്പിന്റെ DP ഒക്കെ ഈ ഫോട്ടോയാ. ഈ സാരി എടുത്തോണ്ടുള്ള പഴയ ഫോട്ടോയാ. കണ്ട മുന്താണി. ഇതിന്റെ കളറ് നല്ല കളറല്ലേ. ഇത് നല്ല കളറല്ലേ. എനിക്ക് നല്ല ചേരുന്ന കളറ്, ഡാർക്ക് കളർ.
അങ്ങനെ ഇതൊരു സാരി ഉണ്ട്. ഇത് നല്ല കളറല്ലേ, ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ. ഇതിന്റെ സെലക്ഷൻ കൊള്ളാമല്ലോ. ആ അതിന്റെ ബ്ലൗസാണ് ഇത്. നോക്കി ഈ ബ്ലൗസൊക്കെ എന്റെയൊക്കെ പരുവം നോക്കി. ഇതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടേ ചുമ്മാ വെച്ച് ഞാൻ എന്തെങ്കിലും വണ്ണം കുറഞ്ഞ ഇടാന്ന് കരുതിയിട്ട് വെച്ചേക്കുക. കുഞ്ഞു കൈയൊക്കെ വെച്ച് അന്ന് നല്ല സ്റ്റൈലായിരുന്നു ഇത്. ഇങ്ങനത്തെ നെക്കൊക്കെ വെച്ച് എല്ലാം നമ്മൾ തന്നെയല്ലേ തയ്ക്കുന്നേ. അപ്പം നല്ല രസമായിരുന്നു അന്ന്. പിന്നെ സാരിയാണ് ഇത്. ഇതും സൊസൈറ്റിയുടെ സാരിയാ. ഈ സൊസൈറ്റിയുടെ പേര് കോപ്ടെക്സ് എന്നാ പറയുന്നേ. ഇതിന് സർവോദയ സംഘം എന്നും പറയും. അവരുടെ സാരി ഇത് ഞാൻ ആദ്യം കാണിച്ചത്. ഇതൊക്കെ ഒന്നിച്ചെടുത്താന്ന് തോന്നുന്നു. ഇതൊക്കെ എത്ര കല്യാണം കൊടുത്താന്നറിയാമോ. ഇവിടെയൊക്കെ ആ അൽമാരിക്കകത്ത് വെച്ചാൽ തന്നെ ഒരു സ്മെല്ലുണ്ട്. ഒരു എന്താ പറയുന്നേ, ഈ മെറ്റലിന്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ. ഇതിന്റെ ബ്ലൗസാണ് ഇത്. എന്താ എല്ലാം കുഞ്ഞു കയ്യാ നേരത്തെ എടുത്ത ബ്ലൗസുകൾക്കൊക്കെ. അപ്പൊ ഇങ്ങനല്ലേ കയ്യെ ബോർഡറൊക്കെ വെച്ച്, കൈക്കും ചെറിയ കൈയും വെച്ച്. ഇതൊക്കെ വേണം ഇപ്പോഴും ഒന്ന് ഇടാം. എനിക്ക് ഇങ്ങനെ ചെറിയ കൈ ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. പക്ഷെ കഴുത്തൊക്കെ നല്ല ഇറക്കമൊക്കെ വേണം. ഇതിന് ഇട്ട് നോക്കുമ്പോ അറിയാം. അന്ന് വണ്ണം ഇല്ലാത്തപ്പം തയ്ച്ചത് ബ്ലൗസുകളാണ്. ഇതൊക്കെ ഞാൻ അഴിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇടാം. ഇപ്പൊ എനിക്ക് ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ടുമുണ്ട്. ഈ ബ്ലൗസ് എനിക്കിപ്പോ ഇടാം. ഓരോന്ന് ഉടുക്കണം. പക്ഷെ ഇവിടെ എനിക്ക് ഉടുക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അവിടെ ആണ് എപ്പോഴും കല്യാണങ്ങൾ കാണും. ഞാൻ കോയമ്പത്തൂരായിരുന്നേ. അപ്പൊ എനിക്ക് അവിടെ എപ്പോഴും കല്യാണങ്ങൾ കാണും. കാതുകുത്ത്, പ്യൂബർട്ടി ഫംഗ്ഷന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ വളകാപ്പ് എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ എനിക്ക് സാരി ഒത്തിരി വേണമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ സാരി കോട്ടൺ സാരീസാ ഇപ്പം വല്ലപ്പോഴും കൊടുക്കുന്നത്. നല്ല രസമല്ലേ ഈ സാരിയൊക്കെ. ഈ ബ്ലൗസ് വിട്ട് സാരി എടുക്കുമ്പോ ഇതാണ് ഇതിന്റെ ഈ സാരി. ഇതൊക്കെ എത്ര വർഷമായിരുന്നുള്ളൂ? 10 വർഷം മിനിമം ആയിട്ടുണ്ട്. ഇത് ബ്ലൗസ് കണ്ടാൽ തന്നെ അറിയത്തില്ലേ, 10 വർഷത്തിൽ കൂടുതലായ സാരിയാ ഇത്. അങ്ങനെ പുതിയതുപോലെ ഉണ്ട്. പിന്നെ ഇതും അത് തന്നെയാ. ഇതും കോപ്ടെക്സിന്റെ സാരിയാ. ഭയങ്കര വിലയാ അതിനെ. പക്ഷെ സാരി അടിപൊളിയായിരിക്കും എത്ര വർഷമായാലും. ഇത് 6 വർഷമായ സാരി. കറക്റ്റ് 5.5 വർഷം ഈ സാരി. ഈ അടുത്ത കാലത്ത് ഞാൻ ഇത് ഉടുത്തായിരുന്നു, ഒരു കല്യാണത്തിന് ഉടുത്തായിരുന്നു. കണ്ട, ഇതാണ് ഇത് ബ്ലൗസ്. ഇത് വലിയ കൈയൊക്കെ വെച്ച് വലിയ ബ്ലൗസ്. നല്ല കോമ്പിനേഷൻ അല്ലേ ഇതും, യെല്ലോ കളർ. ഇത് ഞാന് എൻ്റെ ചേട്ടന്റെ മോടെ കല്യാണത്തിന് അവര് സാരി എടുത്തു തന്നു. കല്യാണത്തിന് ഞാനും ഒരു സാരി എടുത്തു. രണ്ട് ഫംഗ്ഷൻ ഉണ്ടായപ്പോ 2 ഫംഗ്ഷൻ എടുക്കാൻ 2 സാരി. ഒരെണ്ണം അവരെടുത്തു തന്നു, ഒന്ന് ഞാൻ എടുത്തു. അങ്ങനെ എടുത്തതാണ് ഇത്. ഓരോന്നിനും ഓരോ കഥയുണ്ട്. പിന്നെ ഇത് ചേട്ടന്റെ മോടെ കല്യാണത്തിന് എനിക്ക് ചേട്ടൻ എടുത്തു തന്ന ഈ സാരി. ഇതെടുത്തത് PSR എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ നിന്നാ. കോയമ്പത്തൂർ PSR ഫേമസ് കടയാണ്. അതൊക്കെ മഹാവീര PSR ഒക്കെ ഭയങ്കര ഫേമസ് കടകളാണ്. PSR ഇതിന് മുന്താണി. ഇത് സാരിയുടെ കളർ കണ്ടോ, നല്ല കളറല്ലേ ഇത്. ഓണിയൻ പിങ്കിന്റെ ഡാർക്ക്. ഈ പച്ചി ഒരു സൈഡ് ഇലകളും ഒരു സൈഡ് ഇങ്ങനെ പൂവും വരുന്ന പോലെ ഡിസൈൻ വന്നിട്ട് ഗ്രീൻ കളറിൽ ഇങ്ങനെ മുന്താണി, ഈ ബ്ലൗസും. അടുത്തത് ഇതും അതേപോലെ സൊസൈറ്റിയുടെ ആണ്. ഇത് ഞാൻ ഇതുവരെയും ബ്ലൗസ് ഒന്നും തയ്ച്ചിട്ടില്ല. ബ്ലൗസൊക്കെ അതിനകത്ത് തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ തയ്ക്കാന്ന് കരുതിയിട്ട് വെച്ചേക്കുവാണേ. ഇത് വന്ന് ഖാദിയുടെ തന്നെ, കാഞ്ചീപുരത്തിന്റെ തന്നെ ടെസർ, സിൽക്കിൽ ടെസർ, കാഞ്ചീപുരം പട്ടില് ടെസർ വീവിങ് വരുന്നതാണ് ഇത്. ഈ സാരി കണ്ടോ,
ഇതിന്റെ മുന്താണി ഇതായിട്ട് മുന്താണി ഇച്ചിരി വലിയ വലിയ പൂക്കള. ഞാനിത് ഓർത്തു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോ ഉടുക്കാൻ സാരി വേണമല്ലോ, അപ്പൊ ഉടുക്കാന്ന് വിചാരിച്ചു. ഇതാ മുന്താണി. ഇത് ബ്ലൗസ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് ഒത്തിരി നാളായത്. അതേപോലെ ഇതും കാഞ്ചീപുരത്തിന്റെ സോഫ്റ്റ് സിൽക്ക്. അതിൽ ഞാൻ കാണിച്ചതിലും സോഫ്റ്റ് സിൽക്ക് ഉണ്ടായിരുന്നു. ഇത് സോഫ്റ്റ് സിൽക്ക്, ഒട്ടും ഇതില്ല, സോഫ്റ്റ് ആയിരിക്കും. ബ്ലാക്കും മെറൂണും. കാഞ്ചീപുരത്തിലൊക്കെ ഈ കോമ്പിനേഷൻ ഒക്കെ ഇട്ടാൻ പാടാ. ബ്ലാക്കും മുന്താണി കെട്ടി ബ്ലൗസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്കും. ഈ ബ്ലൗസ് ഒന്ന് എംബ്രോയിഡറി ചെയ്തെടുക്കണമെന്നുണ്ട്. എനിക്ക് സമയവുമില്ല, വെളിയിൽ കൊടുക്കാനോട്ട് എനിക്ക് ആളിനെ അറിയത്തുമില്ല. ഇവിടെങ്ങും നല്ല വിലയുള്ള സാരിയാണ് ഇതേ. കണ്ടോ, ഇതാണ് മുന്താണി, ഇതാണ് സാരി. സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്, പിന്നെ ഒരു ബ്രാസ് ഇത് കളറില്ലേ, ബ്രാസ് അല്ലല്ലോ, ഇതിലെ റോസ് ഗോൾഡ്, അതിന്റെ കളർ. 3 കളറും കൂടെ വരുന്ന ഡിസൈനും ഒക്കെ ആയിട്ട് ഇതില് ഈ ബ്ലൗസും. ഈ ബ്ലൗസിന് ഈ കളർ ഇതെല്ലാം ഈ 3 കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു എംബ്രോയിഡറി ചെയ്യണമെന്നുണ്ട്. എനിക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് സാരി. ഇതും വാങ്ങിയിട്ട് ഒത്തിരി നാളായി, 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ സാരി. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരിയാണ്. ഇത് ഞാൻ ഉടുത്തിട്ടില്ല ഇതുവരെ. ഇത് ഞാൻ ഈ വീടിന്റെ പാലുകാച്ചിന് ഉടുക്കാനായിട്ട് ആക്ച്വലി എടുത്തതാ. പാലുകാച്ചിന് വന്ന് എൻ്റെ ഫ്രണ്ട് എനിക്ക് എംബ്രോയിഡറി ഒക്കെ, ഈ പച്ച കളർ ബ്ലൗസാണ്, പ്ലെയിൻ ബ്ലൗസ്, അതിൽ എംബ്രോയിഡറി എൻ്റെ 2 കയ്യിലും നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നെ. അവസാനം ഇവിടെ വന്ന് കട്ട് ചെയ്ത് തയ്ക്കാൻ നേരത്തെ എൻ്റെ മെഷീൻ കേട്, തയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പഴയ ഒരു സാരി തന്നെ ഉടുക്കുമായിരുന്നു. ഇതിന്റെ കളർ കണ്ടോ? കളർ നല്ല അടിപൊളി കളറാണ്. ഇതിന്റെ ഇവിടെ 2 ഭാഗം കൂടെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് കണ്ടോ? ഇത് നല്ല കളറല്ലേ, നല്ല കോമ്പിനേഷൻ അല്ലേ ഇതിന്റെ. ഇതിൽ റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, മെറൂൺ വരുന്നുണ്ട്, ഇനി ഈ പച്ച. എനിക്ക് ഈ കളർ കോമ്പിനേഷനാണ് ഞാൻ ഇതിന്റെ. ഈ ഡിസൈൻ പറയുന്നത് വൈരൂസി ഡിസൈൻ എന്ന് പറയും. ഈ ലൈൻ കൊടുത്തിട്ടില്ലേ, ഇനി ഈ ലൈൻ വരുന്നതിന് വൈരൂസി ഡിസൈൻ എന്ന് പറയും. ഈ കളറിന് വേണ്ടി ഈ സാരി ഞാൻ എടുത്തേ. ഇതും കാഞ്ചീപുരത്തിന്റെ സോഫ്റ്റ് സിൽക്കാണ്. ഇതൊന്നും ഇപ്പോഴൊന്നും എടുത്തല്ല കേട്ടോ, കുറെ നാളായി എടുത്തിട്ട്, ഒന്നും ഉടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. എനിക്ക് പച്ച, ഡാർക്ക് പച്ച ഇഷ്ടപ്പെട്ടു ഒത്തിരി. അടുത്ത ഒരു പഴയ സാരിയാണ്, കല്യാണം കഴിഞ്ഞ സമയത്ത് എങ്ങാണ്ടുണ്ടായിരുന്ന സാരിയാണ് ഇത്. ഞാൻ ഉടുത്തിട്ടോ കാലങ്ങളായി. എനിക്കിപ്പോ സാരി എടുത്തപ്പോഴേ ഇത് എന്റെ കൈ കിട്ടുന്നത്. നല്ല സാരിയായത്, പക്ഷെ എടുത്തിട്ടൊക്കെ ഒത്തിരി നാളായി. ഞാൻ അവർക്ക് ഇത് ചുരിദാർ തയ്ച്ചാലോ എന്നതുകൊണ്ട്. ബ്ലൗസൊന്നും ഇല്ല, ബ്ലൗസൊക്കെ പോയി. പക്ഷെ നല്ല സാരി, ഒരു പഴയ മോഡലേ. എന്താണ് നോക്കി, എന്ത് വലുതാണെന്ന് നോക്കി, കണ്ടോ? പണ്ടെങ്ങാണ്ട് ഏതാണ്ട് കടയിൽ നിന്ന് എടുത്ത, ആരുടെയോ കല്യാണത്തിനെടുത്ത ഒരു സാരിയായത്. ഉടുത്തുടുത്ത് എനിക്ക് തന്നെ ബോറടിച്ച ഒരു സാരിയായത്. ഒരു മെറൂൺ കളർ, നല്ല മെറൂൺ കളർ. ഈ സാരിയുടെ ബ്ലൗസ് തയ്ച്ചാൽ തന്നെ വേണമെങ്കിൽ ഇതിന് ഉടുക്കായിരിക്കും. അതിന് വേണമെങ്കിൽ ഒന്നും ഇടായിരിക്കും. വേണ്ട, ഇത് ടെസർ സിൽക്കാ. എന്റെ മുന്താണി കാണിക്കാമേ. വേണ്ട, ഇതിന്റെ മുന്താണി. ഇത് നാത്തുവിന്റെ ഇളയ മോന്റെ കല്യാണത്തിന് അവനെടുത്ത് തന്ന എനിക്ക്. കണ്ട, ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആയിരുന്നേ. ഞാൻ അതിൽ എംബ്രോയിഡറി ചെയ്യിച്ചു. ഫുള്ള് ഗ്രീനും ഗോൾഡും വെച്ച് ബ്ലൗസ് ഫുൾ എംബ്രോയിഡറി ചെയ്തു. പക്ഷെ ഇന്നൊക്കെ നഷ്ടമാകും, പെട്ടെന്ന് അങ്ങ് ബ്ലൗസ് പോയി. ബ്ലൗസൊക്കെ കീറി, ഇനി ഇടാനൊന്നും കൊള്ളത്തില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഒരുമാതിരി പിഞ്ചി പോയി. എണ്ണം കുറഞ്ഞാൽ ചിലപ്പോൾ നിന്നാലും ഇവിടം വരെ അങ്ങ്
കളറൊക്കെ മാറി ഒരു മാതിരിയായി. നോക്കാം. ഇത് രണ്ടും കൂടി ഇട്ടപ്പോ നല്ലതായിരുന്നു. അന്ന് ഉടുത്തുടുത്തങ്ങ് പഴഞ്ചനായി. എന്താ ഇങ്ങനായിരുന്നു ഇതപ്പം. ഞാനപ്പോ ഇത് ഫ്ലെയർ സിംഗിൾ ഫ്ലെയർ ആയിട്ട് അങ്ങ് ഇടുമായിരുന്നു. പ്ലീറ്റ് ചെയ്തൊന്നുമില്ല, ഇങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇതെന്റെ സിമ്പട്ട് സാരി തന്നെയാണ്, കാഞ്ചീപുരം തന്നെയാണ്. ഇതെന്റെ ഇളയ ആങ്ങളുടെ കല്യാണത്തിന് ഞാൻ ഉടുത്ത സാരിയാണ്. ഇതിന്റെയൊക്കെ ബ്ലൗസ് പോയി, അത് ഗ്രീൻ. എന്നൊരു ശകലം കളർ വ്യത്യാസം വന്നിട്ടില്ല ഇതിനൊന്നും. പക്ഷെ ഇതൊക്കെ ഞാൻ ട്രൈ വാഷ് ചെയ്തു, അതുകൊണ്ട് സാരിക്കൊരു ഇച്ചിരി മങ്ങൽ വന്നിട്ടുണ്ട്. ഈ പച്ചയായിരുന്നു, ഇതിനെക്കൊണ്ട് ഒരു തിളങ്ങുന്ന പച്ചയായിരുന്നു, നല്ല തിളക്കം ഉണ്ടായിരുന്നു. അപ്പൊ വാഷ് ചെയ്തതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷെ ഈ ബോർഡറിനൊന്നും ഇതിനൊന്നും ഒരു ശകല ഇതില്ല. ഇതാ തമിഴ്നാട്ടിലെ സാരികളുടെ പ്രത്യേകത. ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ അങ്ങനെ പോയി എടുക്കണം നമ്മൾ. കോട്ടൺ ആയാലും ശരി, പട്ടായാലും ശരി, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. പിന്നെ ഇതും ബ്ലൗസൊക്കെ പോയി. ഇതും നല്ലൊരു പട്ട. ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ടെസർ സിൽക്ക്, ഒറിജിനൽ ടെസർ സിൽക്കാണ്. ഖാദിയുടെ ഒറിജിനൽ ടെസർ സിൽക്കാ ഇത്. കണ്ടില്ലേ? ഇതിന്റെ ബ്ലൗസ് ഇങ്ങനത്തെ ആയിരുന്നു, ഈ കളർ ബ്ലൗസ് ആയിരുന്നേ. ഇത് ബ്ലൗസ് പോയി, ഞാൻ കളഞ്ഞിട്ട് പോന്നു. ബ്ലൗസ് ഇപ്പൊ നമ്മുടെ അടുത്തില്ല. ഇത് മുന്താണി, ഇതാണ് സാരി. സാരി ഇങ്ങനെ വരും. ഞാനിപ്പോ ഇങ്ങനെ ഈ ബ്ലൗസിന്റെ കൂടെ ഇടുന്നത്. വേറൊരു സാരിയുടെ ബ്ലൗസാ. ഇതിന്റെ കൂടെ ഇതെടുക്കും വല്ലപ്പോഴും. ഇങ്ങനത്തെ സാരിയൊക്കെ ഇവിടെ എപ്പോഴും എടുക്കാമല്ലോ. വേറൊരു ഒറിജിനൽ ടസറായത്. ഇതൊക്കെ ഞാൻ ഇവിടെ എടുക്കും. ഇവിടെ എപ്പോഴും ഇതൊക്കെ പോകുന്ന സാരിയാ. കണ്ട, നല്ല ടസർ സിൽക്കായത്. ഇതിന്റെ ബ്ലൗസ് ഇതുപോലത്തെ ലൈനുള്ള ബ്ലൗസാണ്. ഈ ഡൾ ബ്ലാക്കില് അതുപോലത്തെ ലൈനുള്ള ബ്ലൗസ്. അത് ഇവിടെ ഉണ്ട്. എനിക്ക് ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. ഇനി ഞാൻ വേറെ ബ്ലൗസ് അപ്പോഴത്തേക്കിന് ഇത് ഓണത്തിന് എനിക്ക് കഴിഞ്ഞ വർഷം ഓണത്തിന് കൊടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന്, എനിക്ക് ഓണം സാരി എടുക്കുന്നതിനെക്കാട്ടിലും ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പം ഓണം സാരിയെക്കാട്ടിൽ എനിക്ക് ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉണ്ടല്ലോ ഇതിന്. അപ്പൊ ഞാൻ ഇത് അന്ന് കൊടുത്തു. അന്നേരം ഞാൻ വേറൊരു ബ്ലൗസ് അതിന് തയ്ച്ചു പെട്ടെന്ന്. അതാ ഇത് രണ്ടും കൂടെ ആയിരുന്നു അന്നേരം ഇട്ട ഞാൻ. ഇതും ഖാദിയുടെയാ. ഇത് ശരിക്കും പറഞ്ഞ ഇത് സിൽക്കാണെന്ന് എനിക്കറിയത്തില്ല. ഇതിന് സിംല സിൽക്ക് എന്നായിരുന്നു ഇതിന് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ മൂത്താങ്ങളുടെ കല്യാണത്തിന് എടുത്ത സാരിയാ. സിംല സിൽക്ക് എന്നാ അതിന് പറയുന്നത്. ഇത് പട്ടാന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ സിൽക്ക് പോലാ ഇരിക്കുന്നത്. ഇത് ഞാൻ ഡ്രൈ വാഷ് ചെയ്ത് ഒത്തിരി ഉടുത്തു. ഇത് എപ്പോഴും ഉടുക്കുമായിരുന്നു അങ്ങ്. എനിക്ക് കറുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ താത്ത് വെക്കത്തില്ലായിരുന്നു. ഉടുത്ത് പിന്നെ എപ്പോഴും അങ്ങ് ഡ്രൈ വാഷ് ചെയ്യും. കറുപ്പും കൂടെ അല്ലേ, അപ്പൊ അഴുക്കാവും, ഡ്രൈ വാഷ് ചെയ്യും. അങ്ങനെ ചെയ്ത് ഇതൊരു ഡള്ളായി. എന്നാലും ഇപ്പോഴും ഉടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് കറുത്ത ബ്ലൗസ് എനിക്ക് ഇതിന് മാച്ചായിട്ട് കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഒരു റെസ്റ്റ് കൊടുത്തേക്കുക. അല്ലെങ്കിൽ എപ്പോഴും എടുത്ത് കൊടുക്കുന്ന ഒരു സാരിയായത്. ഇതൊക്കെ നല്ല കളറായത്. എനിക്കൊന്നും പട്ടല്ല. ഈ അവര് അതിന്റെ സിൽക്കിന്റെ ഏതോ ഒരു ഇതിൽ ചേർത്തേക്കുന്നേ ഉള്ളൂ. തുണിയൊക്കെ കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം അയൺ ചെയ്ത് വെച്ചിരുന്നതാ, ഇവിടെ വന്നിട്ട് എടുത്തിട്ടില്ലേ. ഈ കളർ കറുപ്പ് ബ്ലൗസിൽ ഇത് ഒരു ലൈറ്റ് അല്ലേ, ഇച്ചിരി ഡാർക്ക് ബ്ലാക്ക് അല്ല, ഇച്ചിരി ഒരു വ്യത്യാസം, ലൈറ്റാ. ഇതിന്റെ ബ്ലൗസൊക്കെ അങ്ങ് പോയി. 25 വർഷമായി. പിന്നെ പോകാതിരിക്കുവോ? വീഡിയോയില് ഇട്ട് സാരി ഓർക്കുന്നു. ഇത് ലിനൻ സിൽക്കാ. ലിനന്റെ സിൽക്ക് ഭയങ്കര വിലയാ, പക്ഷെ കീറിപ്പോവും, പെട്ടെന്ന് കീറും. നല്ല രസം ഇത് എടുത്താല്. ഇതിന്റെ ബ്ലൗസ് ഇങ്ങനത്തെ ബ്ലൗസ് ഉണ്ടായിരുന്നു. ഇത് ബ്ലൗസ് എനിക്ക് ഉണ്ട് ഇപ്പോഴും, അത് കീറി.
അപ്പൊ ഞാൻ അതിന് പകരം 2 ബ്ലൗസ് തയ്ച്ചു. ഇത് നമ്മുടെ മറ്റേ വീഡിയോയില് കട്ടിങ് കാണിച്ച് 3 പീസ് പ്രിൻസസ് കട്ട് എനിക്ക് തയ്ച്ച ബ്ലൗസാണ് ഇത്. വേറെ ഒന്നും ഞാൻ ഓൾറെഡി തയ്ച്ചു വെച്ചിരുന്ന ഇത്. കറക്റ്റ് ഈ കളർ അങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷെ ഇത് ഇട്ടപ്പം മാച്ചായിരുന്നു. ഈ 2 ബ്ലൗസ് ഇതിനു വേണ്ടി തയ്ച്ചു വെച്ചേക്കുന്ന കണ്ടോ. ഭയങ്കര ഇഷ്ടം എനിക്ക്. ഞാനിത് എൻ്റെ നാത്തുവിന്റെ മൂത്ത മോന്റെ എൻഗേജ്മെന്റിന് കൊടുത്തത് ഈ സാരിയാ. ഓരോന്നിനും ഓരോ കഥകളാ. മുന്താണി ഒന്നും വലിയ കാര്യമായിട്ട് ഇനി ഇല്ല കേട്ടോ. അത്രേ ഉള്ളൂ മുന്താണി. ഇതാ മുന്താണി. ഇത് ഈ കളർ ബ്ലൗസും ആയിരുന്നു. നല്ല രസമായി സാരി ഉടുത്ത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരികളിലാണ് ഇത്. ഇത് പിന്നെ എപ്പോഴും ഉടുക്കുകയും ചെയ്യാം. പക്ഷെ കീറും, പെട്ടെന്ന് കീറും. ഇതാണ് ആ സാരിയുടെ കുഴപ്പം. പിന്നെ അടുത്തത് ഇത് കോറ സിൽക്ക് എന്ന് പറയും. ഇത് ആക്ച്വലി നല്ല സാരികളുടെ കൂട്ടത്തിലുള്ളതാ. പക്ഷെ ആ പട്ടിന്റെ അത്രയും വിലയില്ല. കോറ സിൽക്ക് എന്ന് പറയും. ഇതൊരു 10,000-3000 അങ്ങനെയൊക്കെ വിലയുള്ളൂ. 3000-3500 അത്രയൊക്കെ വരത്തുള്ളൂ. ഇതിന്റെ എന്താണ് കണ്ടോ. ഇതൊക്കെ വാഷ് ചെയ്ത് ഇങ്ങനെ ആയേ. എങ്കിൽ ഇനി നല്ലതായിരുന്നു. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് പള്ളിയിലൊക്കെ കൊടുക്കുന്ന. ഇത് പട്ടല്ല, കോട്ടനും പട്ടും മിക്സിങ്ങാ. ഇതെല്ലാം എൻ്റെ തമിഴ്നാട് സാരികളാ. എൻ്റെ ബ്ലൗസ് ഈ കളറായിരുന്നു. ഏത് ഇതാ ഈ കളറായിരുന്നു. ബ്ലൗസും പോയി. പിന്നെ ഇതൊരു സാരി നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. നല്ല സാരി ആയിരുന്നേ. ഇത് ഇതിനൊരു വലിയ കഥയുണ്ട്. ഇത് എൻ്റെ കല്യാണത്തിന് ഉടുത്തോണ്ട് ഇറങ്ങുന്ന സാരി. നിങ്ങൾക്ക് ക്രിസ്ത്യൻസിന് 2 സാരി ഉടുത്തോണ്ട് പോവല്ലോ. അതിന് ഓഫ് വൈറ്റ് കളറിൽ ഉള്ള സാരി ആയിരുന്നു ഇത്. ലൈറ്റ് നമ്മുടെ കേരള സാരിയുടെ കളറിലുള്ള സാരി ആയിരുന്നു ഇത്. നല്ല സാരി ആയിരുന്നു. നല്ല ഇതുകൊണ്ട് പട്ട് സാരിയാ. പിന്നെ എന്നിട്ട് അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എറണാകുളത്ത് ജോസ് പ്രദേശ് എറണാകുളം ജോസ് പ്രദേശില് പിന്നെ സാരി കളർ മാറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ഈ വെള്ള സാരി വെച്ചിട്ട് എന്ത് ചെയ്യാനാ, നമുക്ക് ഇതിന്റെ കളർ മാറ്റിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കൊടുത്തിട്ട് ഒരു മാമ്പഴ കളറിൽ ഇത് ചെയ്യാൻ പറഞ്ഞു, കളർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവസാനം അവർ കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ കളറായി. ഇത് മാമ്പഴ കളർ, അത്രയും കളർ ഇതിൽ പിടിക്കത്തില്ലെന്ന്. അപ്പൊ മാമ്പഴ കളർ തന്നെ ചെയ്ത, പക്ഷെ ഈ കളറാണ് ഇതിൽ പിടിച്ചത്. ഈ കളറാണെന്നും പറഞ്ഞ ഇത് തന്നെ. നല്ല സാരി ആയിരുന്നത്. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ആക്കിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഉടുത്തിത്. ഉടുത്തപ്പോ എന്നോട് ആരെന്ന് പറഞ്ഞു, ആരാണ്ടല്ല പരിചയമുള്ളവർ തന്നെ, നിന്റെ കളറും സാരിയുടെ കളറും ഒരേപോലെ ഉണ്ട്, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഇതിന് നീളം കുറഞ്ഞപ്പം കഴിയത് കൊണ്ടായിരിക്കാം. പിന്നെ അവിടെ കളർ ചെയ്യാനൊക്കെ കൊടുത്തോണ്ട് അതൊക്കെ ഇച്ചിരി നീളം കുറവായി സാരിക്ക്. അപ്പൊ ഇനി ഉടുക്കണമെങ്കിൽ തന്നെ ഒരു ഇച്ചിരി തുണി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഉടുക്കാം. പക്ഷെ എനിക്കിപ്പോ ഇന്ന് ഉടുക്കണമെന്നൊരാശ തോന്നുന്നു. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ബ്ലൗസുകളൊക്കെ കിട്ടുമല്ലോ. ഇതുപോലെ വേണേലും ബ്ലൗസ് കിട്ടും. ഇപ്പം ഒന്ന് ട്രൈ ചെയ്താ ഈ കളറിൽ ഒരു ബ്ലൗസ് വാങ്ങി ഉടുക്കുവാണ്. ഒന്ന് ഉടുക്കായിരുന്നു, ഒരു മോഹം തോന്നുന്നു. കല്യാണ സാരിയുടെ കൂട്ടത്തിലുള്ള അല്ലേ. കല്യാണത്തിന്റെ അന്നൊന്ന് ഉടുത്തു, പിന്നെ ഒന്നുകൂടെ ഓങ്ങാണ്ടേ ഉടുത്തിട്ടുള്ളൂ. 1 അല്ലേ 2 ഉടുത്ത് കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ കല്യാണ സാരി കാണണ്ടേ. ഇതൊക്കെ അങ്ങ് അവിടെ എവിടെയും കയറ്റി വെച്ചേക്കുന്ന കാരണം വെക്കാൻ സ്ഥലമില്ലാതെ വെച്ച് നല്ല കളറല്ലേ ഇത്. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഈ സാരി. ഞാൻ കുറേ ഉടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇവിടെ കല്യാണത്തിന് പോയാലും ആദ്യം എനിക്ക് കൈ വരുന്ന ഈ സാരിയായിരുന്നു. കണ്ട, ഇത് ബനാറസാ, ബനാറസി പട്ട. ഈ ഒരെണ്ണേ ഉള്ളു ബനാറസിൽ എനിക്ക്. ഇതായിരുന്നു ഇതേപോലത്തെ ബ്ലൗസും. ഈ ബ്ലൗസിൽ ഇതിൽ സെൽഫ് ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു. ഇങ്ങനത്തെ ഡിസൈൻ ഇല്ലായിരുന്നു, ഈ സിൽവർ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു അന്ന് ഉടുത്തപ്പോ, ഈ സാരി ഉടുത്തപ്പോ. സാധാരണ എല്ലാരും പിന്നെ എന്താ പറയുന്നത്, റെഡ്, അപ്പൊ ഓഫ് വൈറ്റില് റെഡ് ബോർഡർ അങ്ങനെയൊക്കെയുള്ള സാരികളല്ലേ. വ്യത്യാസമായിരുന്നു ഈ കളർ. ഈ കളറൊന്നും എപ്പോഴും ഒന്നും അധികം പേരായി എടുക്കത്തില്ല. അപ്പൊ എനിക്ക് റെഡ് വേണ്ട, എനിക്ക് വേറെ കളർ വേണമെന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ മജന്ത കളർ, നല്ലൊരു കളറായിരുന്നു ഈ കളർ എടുത്ത്.
ഇതാണ് കല്യാണ സാരി. ഇത് മുന്താണി കണ്ടോ, മുന്താണി ഇത്. പിന്നെ ഇതിനൊരു വേറൊരു ഇതുണ്ട്, ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരും. ഇത് കറക്റ്റ് നമ്മുടെ ഈ പ്ലീറ്റ് കഴിയുന്നിടത്ത് ഇങ്ങനെ താഴോട്ട് നല്ല രസമാണ് ഇത് കാണാൻ, ഈ വരി ലൈൻ കാണാൻ. ഇത് കണ്ടോ, ഇവിടെ ഈ സൈഡിൽ, ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഈ ഒരു ലൈൻ ഇങ്ങനെ വരും. ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാ. താഴെ ഇങ്ങനെ ആയിരിക്കും അടിവശമൊക്കെ. കല്യാണ സാരി. ഇതും ഒരു നല്ല പട്ട് മീൻസ് സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് സിൽക്ക് അല്ല ഇത്. ആക്ച്വലി ഇത് നല്ല പട്ട് സാരി അല്ലേ, അല്ല അതില് ബോർഡർ ഇല്ലാത്തത്, അതായത് ചെറിയ ബോർഡർ ഇല്ലാത്തത്. ഇതൊക്കെ എന്തൊരു ഉടുത്തെന്നറിയാം. ഇത് ഞാൻ എനിക്ക് കൈ തോന്നുമ്പോ ഉടുക്കുന്ന ഒരു സാരി ഇത്. ഇതൊരു 15 വർഷത്തിൽ കൂടുതലായി കാണും ഈ സാരി, പുതിയതായിട്ടില്ലേ. നല്ല കളർ കോമ്പിനേഷനുമായിട്ട്. ഇതിന്റെ ബ്ലൗസ് ഒന്നും എനിക്ക് ഈ ജന്മം ഇനി ഞാൻ ഇടത്തില്ല. ഇത് കണ്ടോ, ചിരിയുള്ളൂ, കുഞ്ഞു കയ്യും. ഇതൊക്കെ ഇരുന്നിരുന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ആയിപ്പോയി, കളറൊക്കെ പിടിച്ച പോലെ ഒരു മാതിരി കുഞ്ഞു ബ്ലൗസ്. ഞാൻ അതിന് പകരം വേറെ ബ്ലൗസ് എടുത്തു, സിൽക്കിൽ തന്നെ, സിൽക്ക് മെറ്റീരിയൽ തന്നെ എടുത്തിട്ട് പ്ലെയിൻ ആയിട്ട് കൈയൊക്കെ വെച്ച് ഇങ്ങനെ തയ്ച്ചു. ഈ സാരി ഉടുത്ത പോലെ ഞാൻ ഒരു സാരി ഉടുത്തിട്ടുണ്ടാവില്ല, എപ്പോഴും ഉടുക്കും, എല്ലാത്തിനും ഉടുക്കും. അതായത് ഇതിന് ബോർഡർ ഇല്ലാത്തതുകൊണ്ട് നല്ല സിൽക്ക്, നല്ല ഉടുപ്പ് കഴിയുമ്പോൾ നല്ല കാണാനും ഭംഗി. ബോർഡറും ഇല്ലല്ലോ, ഇവിടെ വേണമെങ്കിലും ഉടുക്കാമല്ലോ. ഞാൻ എപ്പോഴും ഉടുക്കുന്ന ഒരു സാരി ഇത്. കുറച്ച് ദിവസമായി ഉടുത്തിട്ട്, റെസ്റ്റ് കാണാതിരിക്കുമായിരുന്നു, ഇനി എടുക്കണം. ഇതും അതേപോലെ, ഈ സാരി ഉടുത്തതിന് കണക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ റെഡ്. ഇപ്പൊ ഞാൻ റെഡ് എടുക്കത്തില്ല, അപ്പോഴൊക്കെ. ഇതിനൊരു എന്റെ മോടെ പ്രായം, ഒരു 25 വർഷമായ സാരി ഇത്. ഇതൊരു 5 വർഷം മുമ്പ് ഇവരെ ഉടുത്തു. അത് കഴിഞ്ഞിട്ട് അന്നത്തെയൊക്കെ സാരിയുടെ മുന്താണി കണ്ടോ, വലിയ മുന്താണിയായിരിക്കും, നല്ല കട്ടിയുള്ള സാരിയാ. നല്ല എന്തോ ഭംഗിയായിരുന്നു ഇതൊക്കെ ഞാൻ ഉടുക്കുമ്പോഴെന്നറിയാമോ, ഭയങ്കര രസമായിരുന്നു. നീ ഇതൊക്കെ ഉടുക്കാൻ പറ്റും, ഇത്രയും കളറിലൊക്കെ ഉള്ളതൊക്കെ ഇനി എങ്ങനെയാ ഉടുക്കുന്നത്? നല്ലതായിട്ടൊന്നൊക്കെ തുടച്ച് അയൺ ചെയ്ത് മോളോടൊന്ന് ഉടുക്കാൻ പറയണം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നല്ല റെഡ് അല്ലേ? റെഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്നൊരു ഓറഞ്ച് റെഡ്, ഓറഞ്ചും പിങ്കും എല്ലാം കൂടെ കലർന്ന ഒരു റെഡ്. ഇത് സിൽക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ സിൽക്കാ, കോറ സിൽക്ക് എന്ന് പറയത്തില്ലേ, അതാണ് ഇത് സാരി. ഈ സാരി ഇതൊക്കെ എപ്പോഴും ഉടുക്കുന്ന സാരികളാണ്, എപ്പോഴും ഉടുക്കാൻ പറ്റുന്ന സാരികളാണ്, പക്ഷെ സിൽക്കിൽ ചേർക്കാം. ഇതിനൊക്കെ ബ്ലൗസ് ഇല്ല ഇപ്പൊ, നല്ല ബ്ലൗസ് ആയിരുന്നു അതിന്റെ. ഇത് അതേപോലെ, ഇതൊന്നും ഇവിടെ ഉടുക്കാനൊക്കത്തില്ല. കോയമ്പത്തൂർ ഞാൻ ഉടുക്കുമായിരുന്നു, നല്ല സാരിയായിരുന്നു ഇതൊക്കെ, പക്ഷെ ഇവിടെ ഉടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇത്ര തിളങ്ങുന്ന സാരിയൊക്കെ എങ്ങനെ ഉടുക്കുന്നത്? ഇതും ഒറിജിനൽ സിൽക്ക് അല്ല, ഇതേതോ ഒരു സിൽക്ക്, പേരൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സാരികളാന്ന് തോന്നുന്നു. ഇതിന്റെ ബ്ലൗസ് ഇത്. ബ്ലൗസിന് എനിക്ക് പണ്ടത്തെ ബ്ലൗസിന് കൈയില്ല കണ്ടോ, ഇടാമെങ്കിൽ ഈ കൈ വെച്ച് എങ്ങനെ ഇടും? ഇവിടെയൊക്കെ കൈ വെച്ചിരുന്ന കൂടെ, ഈ കുട്ടി ക്യാപ് സ്ലീവ്, മെഗാ സ്ലീവ് എല്ലാത്തിനും. ഇനി ഇതൊരു എന്നാതാ ചെട്ടിനാട് കോട്ടണിൽ ചേർന്ന ഒരു സാരിയാ. ചെട്ടിനാട് ഒരു സിൽക്കാ ഇത്. ഇതും കോട്ടനും സിൽക്കും മിക്സിങ്ങാ, നല്ല സാരി. ഇതിന്റെ ബ്ലൗസ് ഇതാ, പക്ഷേ
ഈ ബ്ലൗസ് പോയ കാരണം ഈ ബ്ലൗസ് എനിക്ക് ഇടാൻ പറ്റത്തില്ല, കുഞ്ഞായിപ്പോയേ. ഈ ബ്ലൗസ് ഇല്ലാത്ത കാരണം ഈ സാരി ഉടുക്കാറില്ല. അതതിന്റെ ബ്ലൗസ് ഉണ്ടല്ലോ അതിനൊരു ഭംഗിയുള്ളൂ. പിന്നെ ഈ കളറൊക്കെ ഈ സിൽക്കിനൊക്കെ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ ആ സെയിം കളർ കിട്ടത്തുമില്ല. അല്ലെങ്കിൽ സിൽക്കിൽ തന്നെ എടുക്കണം. ഇത് ഉടുക്കണം ഇനി. ഇതൊക്കെ ഒന്ന് അഴിച്ചിട്ടൊക്കെ നോക്കണം, വല്ലപ്പോഴും ഒന്ന് ഉടുക്കാമല്ലോ. ഇതൊന്നും അത്ര ഹെവി അല്ല, അത് കാരണം എപ്പോൾ വേണേലും ഉടുക്കാം നമുക്ക്. ഉണ്ടോ, ഇത് പ്രിന്റഡ് സിൽക്ക്. ഇതൊക്കെ എപ്പോഴും എടുത്തു കൊടുക്കുന്ന സാരികളാണ്. സിൽക്ക് സാരി എന്നുള്ള പേരിൽ ഇപ്പൊ കാണിക്കാൻ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇത് തന്നെ പ്രിന്റഡ് സിൽക്കാണേ. സോഫ്റ്റാ, ഭയങ്കര സോഫ്റ്റ് സാരിയാ. എന്താ എനിക്ക് വല്ല വ്യത്യാസമുണ്ടോ ഇത്? ആ, ഇതാ മുന്താണി. ഇത് നല്ല രസമാണ് ഇവിടുത്തെ. ഇതിന്റെ കളർ ഈ ബ്ലൗസ് ഒന്നും ഇപ്പൊ ഇല്ല. ഞാൻ അതിന് വേറെ ഇതുപോലെ ഒരു ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട് ഞാനിപ്പോ. പള്ളിയിൽ ഉടുക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതും ഒരു പ്രിന്റഡ് സിൽക്കാ, ഒത്തിരി വർഷങ്ങളായതാ. മിനിമം 20 years ആയതാ ഈ സാരിയൊക്കെ. ഇതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല വീതിയാ, പക്ഷെ നീളം കുറവാ. ഇച്ചിരി തുണി അറ്റാച്ച് ചെയ്യാമെങ്കിൽ ഇപ്പോൾ കൊടുക്കുക. അപ്പോഴൊക്കെ വണ്ണമില്ലാത്തപ്പോൾ ഇതൊരു പ്രശ്നമല്ലായിരുന്നു. ഇതൊക്കെ എടുത്തങ്ങ് ചുരിദാർ തയ്ച്ചാലോ എന്ന് ഓർക്കുക. പുതിയതുപോലെ ഇരിക്കുന്നേ കണ്ടില്ലേ? മെറൂൺ കളറ് മുന്താനിയും മെറൂൺ കളർ ബ്ലൗസും ആയിരുന്നു എൻ്റെ. നല്ല സാരിയാ, അടിപൊളി സാരിയാ. ഇത് ഇതൊക്കെ മറന്നിരിക്കുമായിരുന്നു ഉടുക്കണമെന്ന്. ഇതിന്റെ ഭയങ്കര ഒരു മെമ്മറി സാരിയാ. എന്താ വെച്ചാൽ ഞങ്ങള് ഇത് ആക്ച്വലി ഇതല്ല, സിൽക്കൊന്നും അല്ല, കോട്ടൺ സാരിയിൽ ചേർന്ന ഇച്ചിരി വല്ല ഏതാണ്ട് ഒരു കോട്ടണാ. ഇത് മിക്സിങ് വല്ല ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ മഹലിയർ ദിനം, അതായത് വുമൻസ് ഡേക്ക്, വനിതാ ദിനത്തിന് ഞാൻ എൻ്റെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരേപോലത്തെ സാരി എടുത്ത് ഞങ്ങള് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ഒരു ഭയങ്കര ഓർമ്മയുള്ള ഒരു. അത് കഴിഞ്ഞിട്ട് പലരും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സൊക്കെ ഞങ്ങളെ കൂടെ പറയാൻ പാടില്ല, അത് ഞങ്ങളും സാരി എടുത്തേനെയല്ലോ. ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും എൻ്റെ 2 സ്റ്റാഫും സ്റ്റുഡൻസും ഞങ്ങളെല്ലാവരും ഒരേപോലത്തെ സാരി എടുത്ത് ഇപ്പോഴും പിന്നെ March 8 ഫേസ്ബുക്കിൽ വരും ആ വീഡിയോസും ഫോട്ടോസൊക്കെ. അതിൻ്റെയാണ് ഇത്. എൻ്റെ ബ്ലൗസ് അല്ലല്ലോ ഇത്. ആ, അതിൻ്റെ ബ്ലൗസാണിത്. ഞാനെല്ലാം തിരിച്ച് മടക്കി വെച്ചേക്കുക. എൻ്റെ സാരിയും ബ്ലൗസും ഇതിന് എപ്പോൾ കൊടുക്കാനാ? ഇപ്പൊ നല്ലതാണ് എൻ്റെ സാരികളൊക്കെ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പട്ടുസാരികളിൽ ഇത്രേ ഉള്ളൂ. സാരി ഒത്തിരി ഇരിപ്പുണ്ട്. പട്ട് സാരി സെക്ഷനിൽ കൂട്ടാവുന്നത് ഇത്രേ ഉള്ളൂ. നല്ല സാരീസ് അല്ലേ? ഇത് സാരിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് തീർച്ചയായിട്ടും ചെയ്യണേ. സാരീസൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട സാരി ഏതാ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ അടുത്തൊരു മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു മേക്കപ്പ് വീഡിയോ ഇട്ടായിരുന്നല്ലോ, ആ മേക്കപ്പ് വീഡിയോന്റെ അതിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു അപ്പൊ പറയാൻ. ചിലർ പറയും ചാനലിന് സ്ട്രൈക്ക് കിട്ടും, അങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ റിവീൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അത് കാരണം എനിക്ക് പേടിയായിരുന്നു. അത് കാരണം ഞാൻ അന്നേരം പ്രോഡക്റ്റ് എന്താന്നൊന്നും പറയാഞ്ഞത്. ആ പ്രോഡക്റ്റ് എല്ലാം ഏതാണെന്നും എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഏതൊക്കെ വാങ്ങണമെന്നും ഒക്കെ വെച്ച് ഞാൻ അടുത്ത ഒരു മേക്കപ്പ് വീഡിയോ ഇടാം കേട്ടോ. കുറച്ച് ദിവസം കഴിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും മേക്കപ്പ് ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ലേറ്റ് ആക്കിയത്. ഇനി ഞാൻ ഒന്നുകിൽ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത വീഡിയോ മേക്കപ്പ് വീഡിയോ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.